കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓരോ മാസങ്ങളിലും ഓരോ പ്രത്യേകതകൾ. ജനുവരിയിൽ റിപ്പബ്ലിക് ഡേ, ആഗസ്റ്റിൽ സ്വാതന്ത്ര്യദിനം, ഫെബ്രുവരിയിലോ നിങ്ങളുടെയൊക്കെ പുഞ്ചിരി എനിക്ക് കാണാം. വാലന്റൈൻസ് ഡേ. നിങ്ങൾ ശരിയാ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു നല്ല ദിവസം. ആ പ്രത്യേക ദിവസത്തിൽ ഒരു കൊച്ചു പയ്യൻ, അവന്റെ പേര് ഷോൺ, അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാമോ? ഷോണും അവന്റെ അച്ഛനും അമ്മയും തിരക്കുള്ള നഗരത്തിൽ നിന്ന് നിശബ്ദതയുള്ള ഒരു ഗ്രാമത്തിലേക്ക്, പുതിയ വീട്ടിലേക്ക് മാറി. ഇതിനകം അവനൊരു പുതിയ സുഹൃത്തിനെ ലഭിച്ചു. ആ സുഹൃത്തിന്റെ പേര് ടൈസൺ. ഇവന്റെ അച്ഛനും അമ്മയും ഉള്ള ആ പുതിയ വീട്ടിൽ എപ്പോഴും സന്തോഷവാനായി ഇരിക്കുമെന്ന് അവൻ വളരെയധികം വിശ്വസിച്ചു. പല ദിവസങ്ങളിലും അവൻ മുറ്റത്ത് കിടന്ന് സ്വപ്നം കാണാറുണ്ട്. ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ നല്ല കൊട്ടാരങ്ങൾ, നല്ല വീടുകൾ, നല്ല മനുഷ്യർ, നല്ല മൃഗങ്ങൾ, വലിയ കപ്പലുകൾ, ഇങ്ങനെ എല്ലാം അവൻ സ്വപ്നം കാണാറുണ്ട്. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആകാശത്തിൽ അവൻ കാണുന്ന ചിത്രങ്ങളെല്ലാം മാഞ്ഞ് ദേഷ്യമുഖങ്ങളായിട്ട് തോന്നും. അത് അവന് വളരെ ദുഃഖമായിരുന്നു. അവന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. എപ്പോഴും സ്നേഹിതരായിരിക്കേണ്ട തന്റെ മാതാപിതാക്കൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അവൻ അതൊരിക്കലും മനസ്സിലായിട്ടേ ഇല്ല. അവന്റെ സുഹൃത്ത് ടൈസനും ഇടയ്ക്കിടെ അവനോട് വഴക്കുണ്ടാക്കാറുണ്ട്. എന്നാൽ അവസാനം അതിൽ ആരെങ്കിലും ഒരാൾ അവസാനം ക്ഷമിക്കണം, സോറി എന്ന് പറയും. പക്ഷേ ഈ കാര്യം ഒന്നും ഇവന്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടേ ഇല്ല. നല്ല ചൂടുള്ള ദിവസം അവന്റെ അമ്മ ഫുൾ ഹാൻഡുള്ള സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത് സ്കൂളിൽ പോകാൻ വേണ്ടി. പക്ഷേ അവന്റെ അമ്മ സ്കൂളിൽ അന്ന് പോയില്ല. ആരുടെ ഫോണിൽ കൂടെ സംസാരിച്ചു, ഈ ആഴ്ച എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഷോണിന് മാത്രമേ അറിയാവൂ. അവന്റെ അമ്മയുടെ മുഖത്തുള്ള പാടുകൾ മറയ്ക്കുവാൻ ആർക്കും കഴിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഫുൾ ഹാൻഡ് സ്ലീവ് ഉപയോഗിച്ചിരുന്നതെന്നാൽ അവന്റെ അമ്മയുടെ ശരീരം മുഴുവനും നല്ല ചതവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആർക്കും കാണിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും പല രാത്രികളിലും അവൻ കരഞ്ഞുകൊണ്ടേ ഉറങ്ങും. ഈ അച്ഛന്റെ അമ്മയുടെ വഴക്കിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എപ്പോ നോക്കിയാലും അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ, ഇതിൽ നിന്നൊക്കെ ആരെന്നെ സഹായിക്കുമെന്ന് ഓരോ ദിവസവും അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വളരെ നിശബ്ദത, ആരും തന്നെ വഴക്കുണ്ടാക്കിയിരുന്നില്ല. അവൻ മെല്ലെ അകത്തോട്ട് പോയി. അമ്മയുടെ കണ്ണുകളിൽ മാത്രം കണ്ണുനീർ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് നിശബ്ദത വെടിഞ്ഞ് അച്ഛൻ പറഞ്ഞു, മോനെ, ഞാനും നിന്റെ അമ്മയും ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഒരുമിച്ചായിരിക്കാൻ പറ്റില്ല. എന്റെ പെട്ടി റെഡിയാണ്, ഞാൻ ഇപ്പോൾ ഇറങ്ങും. നിന്നെ ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കൽ വന്ന് കാണും. അപ്പോൾ നമുക്ക് പാർക്കിൽ പോവാം, മൃഗശാലയിൽ പോകാം, നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. അവൻ ചോദിച്ചു, എന്നാൽ അമ്മയ്ക്ക് ഐസ്ക്രീം വേണ്ട അച്ഛാ? അമ്മയ്ക്കും ഇഷ്ടമാണല്ലോ, അമ്മയെ കൂട്ടിക്കൊണ്ടു പോവാലോ, നമ്മളെല്ലാം ഒരുമിച്ച് സന്തോഷമായിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇല്ല മോനെ, ഇത് ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല. നിനക്ക് അതിന് ഒരു ദിവസം വരും, അന്ന് മാത്രമേ നിനക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ പോയി. ഇതൊരിക്കലും നല്ലതാകില്ല. നമ്മൾ എപ്പോഴും ഒരുമിച്ച് കഴിയേണ്ടവരാണ്. അച്ഛാ പ്ലീസ് പോകല്ലേ, നമ്മൾ എപ്പോഴും ഒരുമിച്ചിരിക്കാം എന്ന് അവൻ ഒരുപാട് അപേക്ഷിച്ചു നോക്കി. പക്ഷെ അവന്റെ അച്ഛൻ വെളിയിലിറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്തു. ബായ് മോനെ, 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവനൊരു കാര്യം ചിന്തിച്ചു തുടങ്ങി. ഞാൻ എങ്ങനെയെങ്കിലും യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് ഈ 2 ആഴ്ചയിൽ കണ്ടുപിടിക്കണം. ആ യഥാർത്ഥ സ്നേഹം എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് അവൻ ചിന്തിച്ചു തുടങ്ങി. അതേ കൂട്ടുകാരെ, ഷോൺ യഥാർത്ഥ സ്നേഹത്തിനുള്ള തിരച്ചിൽ തുടങ്ങി. അവൻ പെട്ടെന്ന് ചിന്തിച്ചു നോക്കി, സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിക്ഷണറിയിലെ ഓരോ വാക്കുകൾക്കുമുള്ള അർത്ഥം അതിലുണ്ടെന്ന്. അവൻ അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ ഓടിപ്പോയി ഡിക്ഷണറി തുറന്നു നോക്കി, തിരക്കി. സ്നേഹം, അതിനെന്താണ് അർത്ഥം? അയ്യോ, സ്നേഹം, ഇതിന് നിറയെ അർത്ഥങ്ങളുണ്ടല്ലോ. പ്രണയം, ഒരുമിച്ചിരിക്കുക, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ. ഇതിൽ മിക്ക വാക്കുകളും അവന് മനസ്സിലാവുക പോലും ചെയ്തില്ല. അവന് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും യഥാർത്ഥ സ്നേഹമായിരിക്കാൻ സാധ്യമേ അല്ല. വീണ്ടും അവൻ ചിന്തിച്ചു, ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും വഴക്കുണ്ടാവുമ്പോൾ അച്ഛൻ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിയിട്ട് വരാറുണ്ടല്ലോ, അതിലൊരുപക്ഷെ ഈ യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് കാണാൻ കഴിയും. അവൻ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന നേരത്തെ ഷോപ്പിംഗ് മാളിലോട്ട് പോയി നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിച്ചു. അതിൽ ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം പരിശോധിച്ചു നോക്കി. അതിൽ നോക്കിയപ്പോൾ ക്ഷമിക്കേണ്ട ആവശ്യമേ ഇല്ല, ഒരുമിച്ചിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളായിരുന്നു. ഇല്ല, യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അച്ഛനാണെങ്കിൽ 2 ആഴ്ചയിൽ വരെയും ചെയ്യും. ഞാൻ എങ്ങനെ ഇത് കണ്ടുപിടിക്കും?
അവൻ വളരെ വിഷമത്തിലായി. അടുത്ത ദിവസം ടൈസനോട് കൂടെ സ്കൂളിൽ പോകുമ്പോൾ ടൈസൺ ചോദിച്ചു, എന്താ നിനക്ക് എന്ത് പറ്റി, എന്താ വിഷമിച്ചുകൊണ്ടിരിക്കുന്നെ, നീ നല്ല സന്തോഷത്തിലല്ലല്ലോ എന്ന് ചോദിച്ചു. ഉടനെ ഷോൺ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും യഥാർത്ഥത്തെ സ്നേഹത്തെ കുറിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ, വേറെ വഴിയില്ല എനിക്ക്, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ടൈസൺ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയാലോ? മിസ്സസ് ഗാർഷ്യ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ ആഴ്ചത്തെ വാലന്റൈൻ പാർട്ടിയിൽ യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു തരാമെന്ന്. നീ ഇന്ന് പറ്റുമെങ്കിൽ എന്റെ കൂടെ വരുമോ? ഞാൻ നിനക്ക് യഥാർത്ഥത്തെ സ്നേഹത്തെ കുറിച്ച് തീർച്ചയായിട്ടും പറഞ്ഞു തരാം. എന്റെ കൂടെ ഇന്ന് വൈകിട്ട് വരാൻ നീ റെഡി ആയിരിക്കണം. ഷോൺ, ഓക്കെ ടൈസൺ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. പറ്റുമെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം, നമുക്ക് ചേർന്ന് അത് കണ്ടെത്താം. മിസ്സസ് ഗാർഷ്യ വെയിറ്റ് ചെയ്യുകയാണ്. കുട്ടികൾക്ക് ഓരോന്നാ വരാൻ തുടങ്ങി. ഇവനും അകത്തോട്ട് പോയി. അപ്പോൾ മിസ്സസ് ഗാർഷ്യ ഷോണിനോട് പറഞ്ഞു, വളരെ സന്തോഷം, നീ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഉടനെ ആകാംക്ഷയോട് ഷോൺ വെയിറ്റ് ചെയ്തു, എങ്ങനെയെങ്കിലും ഇന്ന് യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞ്. ഷോൺ യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് അറിയാൻ വളരെ ആകാംക്ഷയോടിരുന്നു. മിസ്സസ് ഗാർഷ്യ പറഞ്ഞു തുടങ്ങി, എന്തായിരിക്കും പറയാൻ പോകുന്നത്? മിസ്സസ് ഗാർഷ്യ പറഞ്ഞു, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രണയകഥ അത് ബൈബിളിലാണുള്ളത്. അത് വളരെ രസകരമുള്ള സന്തോഷം മാത്രം തരുന്ന ഒരു സ്നേഹത്തിന്റെ കഥയാണ്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? മിസ്സസ് ഗാർഷ്യ പറഞ്ഞു, നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പാപത്തിന് വേണ്ടി മരിക്കാൻ അയച്ചു. ഇത് കേട്ടപ്പോ ഷോൺ ചിന്തിച്ചു, മരിക്കുകയോ? അതെങ്ങനെ ഒരു സ്നേഹത്തിന്റെ കഥയാകാൻ കഴിയും? ഇല്ല, ഇത് സ്നേഹത്തിന്റെ കഥയല്ലല്ലോ എന്നൊരു സംശയത്തോടെ അവൻ നോക്കി. അതേ കുട്ടികളെ, യേശു ക്രിസ്തു കുഞ്ഞായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു, കഴിച്ചു, നടന്നു, ഉറങ്ങി, എല്ലാം ചെയ്തു. പക്ഷെ അവൻ പാപം മാത്രം ചെയ്തില്ല. ഈ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയോ? പാപത്തിനു വേണ്ടി മരിക്കാൻ. ആ പാപത്തിൽ നിന്ന് നിന്നെയും എന്നെയും രക്ഷിക്കാൻ വേണ്ടി അവൻ കുഞ്ഞായി ഈ ലോകത്തിൽ ജനിച്ചു. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, മോഷ്ടിക്കുക, കള്ളം പറയുക, ഇതൊക്കെ പാവമാണ്. ഷോൺ ചിന്തിച്ചു തുടങ്ങി, അയ്യോ, ഞാൻ ഈ പാപമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അമ്മ ഇന്ന് രാവിലെ പറഞ്ഞപ്പോ കേൾക്കാതിരുന്നത്, ഇന്നലെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു, അപ്പോഴും ഞാൻ ചെയ്തില്ല. ഇന്ന് രാവിലെ വേസ്റ്റുകൾ വെളിയിൽ കൊണ്ടിടാൻ പറഞ്ഞു, അതും ഞാൻ ചെയ്തില്ല. ഇതൊക്കെ തെറ്റാണല്ലേ എന്നവൻ ചിന്തിച്ചു തുടങ്ങി. മിസ്സസ് ഗാർഷ്യ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ പറയുന്നു. ഒന്ന് പാപത്തിന്റെ ശമ്പളം മരണമോ എന്ന് വെച്ചാൽ എന്താ? പാപത്തിന്റെ ശിക്ഷ നമ്മെ ദൈവത്തിൽ നിന്ന് വളരെ ദൂരം വേർപിരിക്കും. പിന്നെ നാം ദൈവത്തോട് അടുക്കുവാൻ ഒരിക്കലും കഴിയില്ല. അത് നമുക്ക് വളരെ കഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? പക്ഷെ യേശു ക്രിസ്തു ഈ ലോകത്ത് എന്തിനു വന്നെന്നറിയാവോ? അവൻ നമ്മുടെ പാപങ്ങളിലെ ക്ഷമിക്കാനായി. അവന് മാത്രമേ അതിന് കഴിയൂ. കാരണം അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പകരം നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി. ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന നേരം എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും തുപ്പി. എന്നാലും അവൻ എല്ലാവരെയും ക്ഷമിച്ചു. അതായിരുന്നു യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം വേറെ ആർക്കും തന്നെ ഈ ലോകത്തിൽ തരാൻ പറ്റില്ല. വചനം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചതാ. അതുകൊണ്ടാണ് അവൻ തന്റെ സ്വന്തം പുത്രനെ പോലും ക്രൂശിക്കാൻ അനുവദിച്ചത്. ആ ക്രൂശിക്കപ്പെട്ട യേശു എന്ത് പറഞ്ഞെന്നറിയാവോ? ഇവരോട് ക്ഷമിക്കണമേ, ഈ തെറ്റുകൾ ചെയ്ത ഇവരോടൊക്കെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയെ ക്ഷമിക്കണമേ എന്ന് പറയണമെങ്കിൽ അതായിരിക്കണം യഥാർത്ഥ സ്നേഹം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹകഥ. ഒരു വ്യക്തി നമുക്ക് വേണ്ടി, നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി മരിക്കുക എന്നത്. അവൻ മരിച്ചു, രക്തം ചിന്തി. ആ രക്തം ചിന്തിയത് കാരണം നമുക്ക് പാപക്ഷമ കിട്ടും. എത്ര വലിയ കാര്യമാണ് ഇതല്ലേ? വചനം പറയുന്നു, 1 കൊരിന്ത്യർ 15:3-4, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്തു. തിരുവെഴുത്തുകളിൻ പ്രകാരം 1, 2, 3 മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ
ഉയർത്തെഴുന്നേറ്റ് മാത്രമല്ല ഇന്നും ജീവിക്കുന്നു. മിസ്സിസ് ഗാർഷ്യ പറഞ്ഞു, ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്ന് വെച്ചാൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവന്റെ കുഞ്ഞുങ്ങളാകാൻ പറ്റും. എങ്ങനെയെന്നറിയാവോ? അവനോട് യേശുവേ എന്റെ പാവങ്ങളൊക്കെ ക്ഷമിക്കണേ എന്ന് ചോദിക്കുമ്പോൾ നീയും ദൈവത്തിന്റെ കുഞ്ഞായിട്ട് മാറുവാൻ കഴിയും. ഇതാണ് ഗാർഷ്യ എന്ന് പറഞ്ഞത്. അത് അവന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതുപോലൊരു സ്നേഹ വാർത്ത അവൻ ഇതുവരെ കണ്ടിട്ടില്ല. ഷോൺ അവസാനം യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ തീരുമാനിച്ചു. എങ്ങനെ അറിയുക? അവൻ പെട്ടെന്ന് മറ്റു കുട്ടികൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ പെട്ടെന്ന് ഗാർഷ്യയുടെ അടുത്ത് പോയി, ഗാർഷ്യ എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഇതെവിടെയാ, ബൈബിളിൽ എവിടെയാ ഇട്ടിരിക്കുന്നത് ആ യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച്? ഗാർഷ്യ യോഹന്നാൻ 1:12 വീണ്ടും കാണിച്ചു. 1 കൊരിന്ത്യർ 15:3 നിന്നും വീണ്ടും വായിച്ച് കേൾപ്പിച്ചു. അവൻ അത് കേട്ടപ്പോൾ അവൻ വളരെ സന്തോഷമായി. എന്നിട്ട് ഗാർഷ്യ ചോദിച്ചു, നിനക്ക് ആ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാൻ ഇഷ്ടമാണോ? എന്നാൽ നീ കണ്ണടച്ചിട്ട് കൈ കൂപ്പിട്ട് യേശുവേ എന്റെ ഉള്ളത്തിൽ വരുമോ എന്ന് നീ ചോദിക്കോ? ഇപ്പോൾ നീ ചോദിക്കുമ്പോൾ യേശു തീർച്ചയായിട്ടും നീ അതേ നേരത്തിൽ യേശുവിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിന്റെ പാപത്തേക്ക് ക്ഷമിക്കാൻ ചോദിക്കണം. അപ്പോൾ യേശു നിന്റെ ഉള്ളത്തിൽ വരും. അതിനുശേഷം നീയും യേശുവിന്റെ കുഞ്ഞായിട്ട് ഓരോ ദിവസവും നിനക്ക് ജീവിക്കാൻ പറ്റും. ആ യേശു നിനക്ക് ഓരോ ദിവസവും സ്നേഹം മാത്രം തരും. ആ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി 2 സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, അവൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, നിന്നെ കൈവിടുകയുമില്ല. മറ്റൊന്ന്, അവൻ നിന്നെ എപ്പോഴും സഹായിക്കും. ഈ സമ്മാനങ്ങൾ നിനക്ക് തീർച്ചയായിട്ടും ഒരു സഹായകമായിരിക്കും. ഷോൺ യാത്ര പറഞ്ഞ് വേഗം വീട്ടിൽ പോയി. ബൈ ബൈ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അമ്മയോട്, അമ്മേ ഇന്ന് ഞാൻ യഥാർത്ഥ സ്നേഹത്തെ കുറിച്ച് കണ്ടുപിടിച്ചു. ആ സ്നേഹം ആരാന്നറിയോ? അത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ തന്നു. ആ ജീവനെ തന്ന യേശു നമുക്ക് വേണ്ടി ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. അതാണ് എവർലാസ്റ്റിംഗ് ലൈഫ്. ആ സമ്മാനം അത് നമ്മെ എല്ലാവരും ഒരുമിപ്പിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കും. ഇത് കേട്ട അവന്റെ അമ്മ, ഞാനും യേശു ക്രിസ്തുവിന്റെ പൈതലായി മാറുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ സമയത്തിൽ തന്നെ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കിയത് എല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ആ സ്നേഹ സമ്മാനത്തെ, എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന സമ്മാനത്തെ അവന്റെ അമ്മയും സ്വീകരിച്ചു. അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. ശനിയാഴ്ച എത്തി, ഇന്ന് അച്ഛൻ വരും. അവൻ വളരെ ആകാംക്ഷയോടെ ഇരുന്നു. 2 പേരും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച കാര്യം അച്ഛനോട് എങ്ങനെയെങ്കിലും പറയണം. അച്ഛനും ഈ എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന സ്നേഹ സമ്മാനം കിട്ടിയാൽ നമ്മളെല്ലാം ഒരുമിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അവൻ വളരെ ആകാംക്ഷയോടെ ഇരുന്നു. ആ ശനിയാഴ്ച അവന്റെ അച്ഛൻ വീട്ടിലെത്തി. അവരെല്ലാരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഷോൺ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ സ്നേഹ സമ്മാനം അച്ഛനും ലഭിച്ചാൽ സന്തോഷമായിരിക്കും, അച്ഛനും കിട്ടിയാൽ നല്ലായിരിക്കുമല്ലോ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവന്റെ അച്ഛൻ പറഞ്ഞു, ഇല്ല, അതിനിപ്പോൾ സമയമായിട്ടില്ല, നീ നിന്റെ കാര്യം നോക്ക്, ഇതിപ്പോ ശരിയായി വരത്തില്ല. ആ സ്നേഹമോ സ്നേഹ സമ്മാനമോ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ വീണ്ടും അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ വരാം, നീ ഇപ്പോൾ നിന്റെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. അവൻ അടുത്ത ദിവസം ഗ്രൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അച്ഛനെയും എങ്ങനെയെങ്കിലും ഈ സ്നേഹ സമ്മാനം ലഭിക്കാൻ സഹായിക്കണമേ എന്ന് പറഞ്ഞ്. ഞാൻ സ്നേഹിക്കുന്നത് പോലെ അച്ഛനെ നീയും സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഈ അച്ഛൻ യേശുവിനെ പരിഹസിച്ചവരെ പോലെയാണ് സംസാരിക്കുന്നത്. അത് ക്ഷമിച്ച് അച്ഛനും ഈ സ്നേഹ സമ്മാനം ലഭിക്കാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ഈ സ്നേഹ സമ്മാനം ലഭിക്കാൻ സഹായിച്ചതിനായി നന്ദി. അവൻ മുകളിലേക്ക് നോക്കി 2 ജെറ്റ് വിമാനങ്ങൾ വരച്ചിട്ടിരിക്കുന്നത് പോലെ ഒരു ചിത്രം. അതവനെ ഓർമ്മിപ്പിച്ചു യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതും അവന് വേണ്ടി ഉയർത്തെഴുന്നേറ്റതും ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതും അവൻ അധികം മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞു. അവന്റെ ഹൃദയത്തിൽ സന്തോഷം കൊടുത്ത ആ സ്നേഹ സമ്മാനത്തെ സ്വീകരിക്കാൻ, എവർലാസ്റ്റിംഗ് ലൈഫ് സ്വീകരിക്കാൻ കൂട്ടുകാരെ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ കണ്ണടച്ച് കൈകൂപ്പി യേശുവേ എൻ്റെ ഉള്ളത്തിൽ വരാമോ എന്ന് ചോദിക്കാമോ? ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നേരത്തിൽ യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരും. ഈ ചേട്ടൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. യേശുവേ നല്ല ദൈവമേ, ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് നിന്റെ മക്കളാകുവാൻ സഹായിക്കണമേ. ഷോണിന് ലഭിച്ചതുപോലെ എവർലാസ്റ്റിംഗ് ലൈഫ് അവരുടെ ജീവിതത്തിലും ലഭിക്കാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.